ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾ ചൂണ്ടയിടാൻ ഇറങ്ങി. സ്ഥിരം പോകാറുള്ള എൻ്റെ ഇഷ്ട സ്ഥലം, അങ്ങോട്ടാ യാത്ര. മുതുകെ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനെന്നറിയോ? ഞാൻ സത്യം പറഞ്ഞ ഏട്ടൻ്റെ കൂടെ ചൂണ്ടയിടാനല്ല പോകുന്നത്. ഇവിടെ പോയി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണ്. എന്ത് കാറ്റാണെന്നറിയോ ഇവിടെ. പിന്നെ കിളികളുടെ ശബ്ദം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നിരിക്കാൻ. പിന്നെ വന്ന സ്ഥിതിക്ക് ചൂണ്ടയും കൂടി ഇടണമല്ലോ. ഇതൊക്കെ പഠിക്കണമെന്നാണ് ഏട്ടൻ പറയാറ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ചൂണ്ടയിടുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ചൂണ്ടയിടുന്ന സ്ഥലത്തെത്തി. ആദ്യമേ ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ചൂണ്ടയിടാൻ ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ആദ്യമേ കിട്ടിയത് ഒരു പൂളാനയായിരുന്നു. ഏട്ടൻ്റെ വഴക്ക് ഇപ്പം തുടങ്ങും. എനിക്ക് ഭാഗ്യം കൊണ്ടാണ് മീൻ കിട്ടുന്നതെന്ന് ഏട്ടൻ പറയുന്നത്. അത് സത്യമാണ് കേട്ടോ. ചൂണ്ടയിടാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ ഏട്ടൻ്റെ വഴക്ക് കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചൂണ്ടയിടാൻ നിൽക്കുന്നത് തന്നെ. എന്നാലും ഏട്ടൻ വഴക്ക് പറയും. ആദ്യം ഇതിപ്പോൾ ഭാഗ്യത്തിനാണ് കയറി പോകുന്നത്. നീ ആദ്യം ഒന്ന് വെട്ടിക്കണം. വെട്ടിച്ച ശേഷം ചുറ്റിക്കോ. വെട്ടിച്ച ശേഷം ഉടക്ക് കയറി. പിന്നെ നീ ചുറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ പെട്ടെന്ന് ഊരി പോകില്ല. ഞങ്ങളുടെ അടുത്ത് വേറൊരു ചേട്ടനും കൂടി ചൂണ്ടയിടാൻ നിൽപ്പുണ്ടായിരുന്നു. കടക്കാർ നമ്മൾ കാണിച്ചു ചൂണ്ട മേടിക്കാൻ എങ്ങനെ ചെയ്യണം ഇല്ല, നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അത് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കണം. കാരണം അവര് ചില കടക്കാർ ചുറ്റിയൊക്കെ തരുമോ? നൂലൊക്കെ ചുറ്റി തരും. പിന്നെ അതിനെ മറ്റേ സംഗീതമൊക്കെ നമ്മൾ കിട്ടേണ്ടി വരും. അതൊന്നുമില്ല, മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അതൊക്കെ ചുറ്റി പഠിക്കും. ബ്രൈഡ് അവർ ചുറ്റി തരും. പിന്നെ അതുമ്മലോട്ട് സംഗീതം ഒന്ന് ചെത്തിയെടുത്താൽ മതി. മറ്റേ തിരിയനൊക്കെ ഉണ്ടാവുമല്ലോ, കറങ്ങണ സാധനം, അതൊക്കെ മേടിച്ചിട്ട് അതുമ്മലോട്ട് പുറത്തോട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഏട്ടൻ്റെ വഴക്ക് കേട്ട് ഞാൻ ചൂണ്ട എറിയുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പം ഏട്ടൻ പറഞ്ഞാൽ കൊള്ളാം, പഠിച്ചല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വഴക്ക് കേട്ടോണ്ടിരിക്കുവാണല്ലോ ഞാൻ. അപ്പോഴാണ് ഒരു മീൻ ചൂണ്ടയിൽ കുരുങ്ങുന്നത്. അതിനെ വലിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് അവിടെ ചെളിയാണ്. അപ്പോൾ ആ ചെളിയിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്ന സീൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എല്ലാ വിരലും കൂടി സംഗീതം പിടിച്ചിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിടിക്കും. ഓക്കെ, എന്നിട്ട് എറിയുമ്പോഴത്തേക്ക് ഈ വിരൽ മാത്രം വിട്ടു കൊടുക്കണം. പുറകോട്ട് പിടി, ഇങ്ങനെ പുറകോട്ട് പിടി. ഓക്കെ, എറിയുമ്പോൾ ചൂണ്ട് വിരൽ മാത്രം വിട്ടു കൊടുക്കണം. ഓക്കെ, അത് തന്നെ. അങ്ങനെ ചൂണ്ട ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വഴക്കെല്ലാം കേട്ടേ പറ്റൂ. ഏട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഒരാൾക്ക് പഠിപ്പിച്ചു തരുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ? വഴക്കങ്ങനെ കേട്ടിരുന്നപ്പോഴാണ് ദേണ്ടട ഒരു നന്ദനെ കിട്ടുന്നത്. എൻ്റെ മുഖമൊന്ന് പയ്യെ തെളിഞ്ഞു. വഴക്ക് കേട്ടാലെന്താ, നന്ദനെ കിട്ടിയില്ലേ? പിന്നീട് ഞങ്ങൾക്ക് കിട്ടുന്ന മീനെല്ലാം തന്നെ പൂളാനായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴത്തേനും ഞങ്ങളുടെ ചൂണ്ടയിടൽ അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.